കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര. ഇനിയുള്ള അരമണിക്കൂർ സമയം വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ, ചില പ്രത്യേക റിപ്പോർട്ടുകൾ, ജനകീയ വിഷയങ്ങൾ, പതിവ് സെഗ്മെന്റുകൾ, ഇതിലൂടെയൊക്കെ വളരെ വേഗത്തിൽ നമ്മൾ കടന്നുപോകും. ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇനി റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കൂട്ടരോഗബാധ. 27 പേർക്ക് വയറിളക്കവും ഛർദിയും റിപ്പോർട്ട് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് നടത്തിയ സർവേയിലാണ് അതിസാരത്തിന്റെ വാർത്ത പുറത്തുവന്നത്. ഫ്ളാറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ഫ്ളാറ്റിൽ അതിസാരം റിപ്പോർട്ട് ചെയ്യുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ആശാപ്രവർത്തകരും ചേർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 27 പേർ രോഗികളാണ് എന്ന വിവരം കണ്ടെത്തിയത്. ഇതിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട് എന്നുള്ള കണ്ടെത്തൽ ആരോഗ്യ പ്രവർത്തകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ടരോഗബാധ. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ സർവേയിലാണ് 27 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇതിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമാണ്. 3 ദിവസം മുൻപാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും അതിസാരവും ഛർദിയുമടക്കം റിപ്പോർട്ട് ചെയ്തത്. ഫ്ളാറ്റിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന 27 പേർക്ക് ഛർദിയും അതിസാരവും മഞ്ഞപ്പിത്തവും അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്ളാറ്റിലെ താമസക്കാർ കുടിവെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. ഈ റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. 6 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ 200-ലധികം ആളുകൾക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യവകുപ്പ് ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. വീണ്ടും രോഗബാധ ഉണ്ടായപ്പോൾ മറച്ചുവെക്കാനാണ് ഫ്ളാറ്റ് അധികൃതർ ശ്രമിച്ചതെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 3 ദിവസമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഫ്ളാറ്റിൽ വിശ്രമിക്കുകയാണ്. 1500-ലധികം ആളുകളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത്. രോഗബാധയുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് അധികൃതർ. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യ പ്രവർത്തകരെ യഥാസമയം വിവരമറിയിക്കാതെ വിവരം മറച്ചുവെക്കുക എന്ന തെറ്റായ രീതിയാണ് DLFിലെ ഫ്ളാറ്റ് ഉടമകൾ സ്വീകരിക്കുന്നത്. മുൻപും ഇതേ രീതി സ്വീകരിച്ചപ്പോഴാണ് 200-ലധികം ആളുകൾ രോഗികളായതും സ്ഥിതി വഷളായതും. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി വീണ്ടും എത്തിയോ എന്നുള്ള കാര്യം ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഇലക്ഷൻ്റെയൊക്കെ തിരക്കിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് പൊതുജനം കഴുതിയല്ല സാർ എന്നുള്ള പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കൊക്കെ കഴിഞ്ഞതിനാൽ വീണ്ടും പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു. ജനകീയ വിഷയങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 12 പരിപാടികളിലെ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ എല്ലായിടത്തും അവസ്ഥ അത്ര നല്ലതല്ലതാനും. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ അവസ്ഥയൊന്ന് കണ്ടുവരാം. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുകയാണ്. കേരള സർക്കാരിന്റെ 12 ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രമാണ് ഈ വിധം നശിക്കുന്നത്. 7.78 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം 2022 ഓഗസ്റ്റ് 14 ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണ് നാടിന് സമർപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും വൃത്തിയായും സുരക്ഷിതവുമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കെട്ടിടം. പൊതു ശുചിമുറി സമുച്ചയം, വഴിയോര വിശ്രമ കേന്ദ്രം, കോഫി ഷോപ്പ് എന്നിവ അടങ്ങിയ കെട്ടിടമാണ് നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രം പ്രവർത്തിച്ചു. ഇപ്പോൾ ഈ വിധമാണ്. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് കൂമ്പാറ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല. ഇത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര ടൂറിസത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു രൂപത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കടന്നു പോകുന്ന ഓരോ വീടുകളിലൊക്കെയാണ് അഭയം തേടുന്നത്.
പുരുഷന്മാരൊക്കെ മറ്റ് പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലടക്കം ആളുകൾ വന്നിട്ടുണ്ട്. വഴിയോട് പോകുന്ന ഈ വീടുകളിലൊക്കെ തന്നെ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് അവിടെ പിന്നെ വാഷ്റൂമിൽ പോകുന്നതിനും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചോദിക്കുക. നാട്ടുകാരും വിനോദസഞ്ചാരികളുമായി നിരവധി പേരെത്തുന്ന ഈ മേഖലയിൽ പൊതുവിശ്രമ കേന്ദ്രമില്ല. ഇത് ഇപ്പോൾ കിടക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം 4 മാസത്തോളമാണ് ഇത് ആകെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനിയും ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കെട്ടിടം ഇല്ലാതെയാവും. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയത്. എന്നാൽ മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനിക്ക് യാർഡായി പ്രവർത്തിക്കാൻ ബസ് സ്റ്റാൻഡ് നൽകിയതാണ് ഇത് പ്രവർത്തിക്കാതിരിക്കാൻ കാരണമെന്നും ബസ് സ്റ്റാൻഡ് റീടാർ ചെയ്തു കഴിഞ്ഞാൽ ഈ കെട്ടിടം ഉടൻ തുറക്കാൻ സാധിക്കുമെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സൗകര്യം ഈ വിധം നശിപ്പിക്കുന്നത് എന്തിനാണ്? ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. 2 വർഷം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ കാരണം നശിക്കുന്നത്. രാത്രിയായാൽ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന് നാട്ടുകാർ പറയുന്നു. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. പ്രതികരണങ്ങളിലേക്ക്. ധാരാളം ടൂറിസ്റ്റുകൾ വരികയും പോവുകയും ചെയ്യുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ കൂമ്പാറയിലോ കക്കാടംപൊയിലിലോ വരുന്ന ആളുകൾക്ക് ഒന്നിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇന്ന് നിലവിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൂമ്പാറയിൽ മാത്രമല്ല ഈ മലയോര മേഖലയായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വളരെ ഭംഗിയായി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടേക്ക് എ ബ്രേക്ക് കൂമ്പാറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കൂമ്പാറയിലെ കക്കാടംപൊയിൽ, നായാടംപൊയിൽ, പോകാറുന്നോട് പോലെയുള്ള ഒരുപാട് വിദേശ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുന്നൊരു മേഖലയാണ് കൂമ്പാറയിലൂടെ കടന്നു പോകുന്നത്. അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ആ സംവിധാനം തുടർന്ന് പ്രവർത്തിച്ചാൽ ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കൂമ്പാറ അങ്ങാടി സ്ഥിതി ചെയ്യുന്ന വിശ്രമ കേന്ദ്രം 2 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രവർത്തന യോഗ്യമായിട്ടില്ല. അതിൻ്റെ പരിസരം മുഴുവൻ പുല്ല് പിടിച്ച് കാട് പിടിച്ച് വൃത്തികെട്ട രീതിയിൽ കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനങ്ങൾക്കും അതുപോലെ തന്നെ കക്കാടംപൊയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകാർക്ക് വിനോദസഞ്ചാരികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഈ പ്രസ്ഥാനം വളരെ മോശമായ രീതിയിൽ കിടക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഒരു അശ്രദ്ധയുടെ ഇരയായി മാറുകയായിരുന്നു ഒരു ജീവൻ. പത്തനംതിട്ട തിരുവല്ലയിൽ റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. തകഴി സ്വദേശി സെയ്ദാണ് മരിച്ചത്. മുത്തൂർ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലെ മരത്തിന്റെ കൊമ്പ് മുറിച്ച് നീക്കുന്നതിനായി റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ വടം അത് കഴുത്തിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു അശ്രദ്ധ, അതാണ് ഒരു ജീവൻ കവർന്നിരിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ കസ്റ്റഡിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ജയശങ്കർ? റീജിത്ത്, ചെറിയ അശ്രദ്ധയല്ല, വളരെ വലിയൊരു അശ്രദ്ധയാണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുത്തൂർ ജംഗ്ഷനിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തോട് ചേർത്ത് ഒരു പോസ്റ്റുമായിട്ടാണ് ഇത്തരത്തിലൊരു കയർ അനധികൃതമായി കെട്ടിയിരുന്നത്. അതായത് നാട്ടുകാരും പോലീസും ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിലൊരു കയർ കെട്ടി ഗതാഗതം നിയന്ത്രിക്കുന്നു എന്ന കാര്യം തങ്ങൾക്കറിയില്ല. അത്രയും അശ്രദ്ധമായി ഒരു കയർ കെട്ടുന്നു. ആ കയർ കെട്ടി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ സ്ഥലത്താണ് ഈ സ്കൂട്ടർ തട്ടി വീഴുന്നത്. അതിനുശേഷം സ്കൂട്ടർ തെറിച്ചു പോകുന്നു. ഈ റോഡിൽ ഉൾപ്പെടെ അതിൻ്റെ പാടുകളുണ്ട്. നിലവിൽ ഈ സ്കൂട്ടർ ഇവിടെ നിന്ന് നാട്ടുകാരുൾപ്പെടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അശ്രദ്ധമായൊരു വടം ഈ സ്കൂളിൽ മരം മുറിക്കുന്നതിന് കുറച്ച് മീറ്ററുകൾ അകലെ കെട്ടുന്നു. ഈ വടം മുറിച്ചത്, ഈ വടം കെട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സിഗ്നലുകളും നൽകുന്നില്ല. ആളുകളെ നിയന്ത്രിക്കാൻ ആളുകളില്ല. അങ്ങനെ ഈ അശ്രദ്ധമായി കെട്ടിയ കയറിൽ ഈ ആലപ്പുഴ സ്വദേശി സയ്യിദ് വന്ന് തട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാഹനം മറയുന്നു. അതൊരു വലിയ അപകടമായി മാറുന്നു. എന്തായാലും ഈ മുത്തൂർ ജംഗ്ഷനെ സംബന്ധിച്ച് ഒരു 3 മണി 3:30 സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ വലിയ നടുക്കത്തിലാണ്. അവരെ സംബന്ധിച്ച് തികച്ചും അനാസ്ഥ, ഒരു വലിയ ഇരയായി ആ കുടുംബം മാറിയെന്നൊരു കുറ്റബോധം അവരെ സംബന്ധിച്ചുണ്ട്. ഇത് ഈ പ്രദേശവാസിയായ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവം? രാവിലെ ഞാൻ വരുമ്പോഴത്തേനും ഇതുപോലെ ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെ കരച്ചിലുകളൊക്കെ ആയിരുന്നു. സാധാരണ ഇവിടെ ഒരാളെ ഇടും നമ്മളിത് ചെയ്യുമ്പോഴത്തേന്. ഇത് 2-3 തവണ മരം വെട്ടാകുമ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. ഒരു കയർ മാത്രം കെട്ടി തുണി, മറ്റ് സാധാരണ സിഗ്നലോ അല്ലെങ്കിൽ ഒരു ഇത് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്യാതെ ഒരു കയർ മാത്രം. പക്ഷേ ഈ വന്ന ആൾ പെട്ടെന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ വലിയ ഇതൊക്കെ വരുന്ന റോഡല്ലേ, ഗതാഗതമുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ നല്ല തിരക്കുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. അപ്പം ആളില്ല. ഇവർ വന്ന് നേരെ കുരുങ്ങുമായിരുന്നു. ശാസനം കുരുങ്ങി വണ്ടി കൈവിട്ടുപോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നേരെ അങ്ങോട്ട് പോയി നിരങ്ങിപ്പോയി ഇതാവുമായിരുന്നു. ശ്രദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്.
ഇത് ഇവരുടെ ശ്രദ്ധക്കുറവാണ്. അതായത് അവരൊരാളെ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ 1500 രൂപ ആയിരിക്കും. അവർ എങ്ങനെ ഒരു സംഭവം പറയുന്നത് കേട്ടു, ഒരാൾ അതുകൊണ്ടായിരിക്കും അത് കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെയൊക്കെ. അതായത് റിജിത്ത്, ഈ തൊഴിലാളികളുടെ ഈ മരം മുറിക്കാരുടെ തികഞ്ഞ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ വലിയ ഒരു ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സഞ്ജയ്, നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് കാണിച്ചു തരും. ഒരു ഹെൽമറ്റും ഒരു ചെരുപ്പും എല്ലാം ഇരിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട ആലപ്പുഴ സ്വദേശി സെയ്ദിൻ്റെ ഭാര്യ ഉപയോഗിച്ച ഹെൽമറ്റായിരുന്നു. കുട്ടിയുടെ ചെരുപ്പുണ്ട്. കണ്ടോ, ഇത് വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ് ഈ സ്ഥലത്തുള്ളത്. ചില ആളുകളുടെ അശ്രദ്ധ, ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയെ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കുന്നു. ആ വലിയ നടുക്കത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. തികച്ചൊരു അശ്രദ്ധയാണ്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കരാർ. ജയശങ്കർ, ഇങ്ങനെ തിരക്കേറിയ റോഡിൽ മരം മുറിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പതിവായി നമ്മളിങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ കാണാറുള്ള ചില കാഴ്ചകളുണ്ടല്ലോ. ഈ കയറ് കെട്ടി വാഹനം നിയന്ത്രിച്ചാൽ തന്നെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകൾ വാഹനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇങ്ങനെ ഒന്നുമില്ലാതെ ഇത്രയും തിരക്കേറിയ റോഡിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഈ സെയ്ദിനൊപ്പം പരിക്കേറ്റ കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില എന്താണ് ജയശങ്കർ? അതായത് റിജിത്ത്, അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിൽ ചെറിയ തോതിലുള്ള പരിക്കുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായത്. ഈ നാട്ടുകാരെല്ലാം പറയുന്നതനുസരിച്ച് തലനാലിഴക്കാണ് ആ കുടുംബം രക്ഷപ്പെടുന്നത്. കാരണം വലിയൊരു അപകടം ഉണ്ടാകുന്നു, വണ്ടി തെറിച്ച് വീഴുന്നു, ചെറിയ കുട്ടികളാണ്. ഇവരെല്ലാം തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു ആകുമായിരുന്നു. ഒരു കുടുംബം തന്നെ ഈ ഒരു അപകടത്തിൽ, ഒരു അശ്രദ്ധയിൽ കുടുംബത്തിന് തന്നെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഏതായാലും കുടുംബം നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ സെയ്ദ് മരണപ്പെടുന്നത് ഈ കയറ് ഈ കഴുത്തിൽ കുരുങ്ങിയും ഈ കഴുത്ത് തന്നെ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ വണ്ടിയുടെ നിയന്ത്രണവും വിട്ടുപോയി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും തിരുവല്ല പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ അശ്രദ്ധമായി ഇത്തരത്തിൽ കയറ് കെട്ടി. പത്തനംതിട്ട തിരുവല്ലയിലാണ് റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യമുണ്ടായത്. ദേവി ജയശങ്കർ ആ സംഭവ സ്ഥലത്ത് നിന്ന്, അപകട സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. മുനമ്പത്ത് വഖഫ് ബോർഡിനെതിരെ പ്രതിഷേധവുമായി സമരസമിതി. വഖഫ് ബോർഡിന്റെ കോലം കടലിൽ താഴ്ത്തിക്കൊണ്ടാണ് പ്രതിഷേധം. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് സമരസമിതി കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സമവായ ചർച്ചകൾ ഒരു ഭാഗത്ത്, മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച, ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം, 3 മാസത്തിനകം പ്രശ്നപരിഹാരം എന്ന ഉറപ്പ്. അതിനൊക്കെ ഇടയിൽ പ്രശ്നപരിഹാരം വരെ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക, അതാണോ സമരസമിതി ആലോചിക്കുന്നത്? നിതിൻ അംബുജൻ. റിജിത്ത്, വഖഫിന്റെ ആസ്തിവിവര പട്ടികയിൽ നിന്ന് തങ്ങളുടെ ഭൂമി ഒഴിവാക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച അത് വലിയ ആശ്വാസമാണ് സമരസമിതി പ്രഖ്യാപിക്കുന്നതെങ്കിൽ പോലും സമരമായി മുന്നോട്ട് പോകും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെയുള്ള സമരം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ സമരസമിതി വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് 43 ദിവസം പിന്നിട്ടിരിക്കെ സമരസമിതി ഇപ്പോൾ വഖഫ് നിയമം അത് കടലിൽ കെട്ടി താഴ്ത്തിയിരിക്കുന്നത്. മുൻപത്തെ കടലിൽ 1995 വഖഫ് നിയമത്തിന്റെ കോലമാണ് ഇന്നിപ്പോൾ കടലിൽ കെട്ടി താഴ്ത്തിയിരിക്കുന്നത്. 500-ലധികം പ്രതിഷേധക്കാർ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. നിലവിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും സമരം ശക്തമായി തുടരാനാണ് തീരുമാനം. പ്രത്യേകിച്ചും ഈ റവന്യൂ അവകാശങ്ങൾ അത് പുനഃസ്ഥാപിക്കും വരെയുള്ള ഒരു സമരമായി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയോഗിച്ച ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നാളെ മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവുമായി എന്തായാലും സമരസമിതി സഹകരിക്കും. പക്ഷേ ഈ ആസ്തിവിവര പട്ടികയിൽ നിന്ന് തങ്ങളുടെ ഭൂമി ഒഴിവാക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സമരം അതിശക്തമായി തുടരാൻ തന്നെയാണ് മുനമ്പത്തെ സമരക്കാരുടെ തീരുമാനം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.